ഹായ്. പാർക്ക് യൂങ് ജങ് സംവിധാനം ചെയ്ത ഒരു സാധാരണ കൊറിയൻ ആക്ഷൻ പടമാണ് ദ ചിൽഡേ എന്നോ ചൈൽഡെന്നോ എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഈ സിനിമയുടെ സ്റ്റോറി ആകെ ഇത്രയേ ഉള്ളൂ. അതായത് ഫിലിപ്പൈൻസിലാണ് സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫിലിപ്പൈൻസുകാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് കൊറിയക്കാരിൽ ഉണ്ടാകുന്ന കുട്ടി മാർക്കോയാണ് ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത്. മാർക്കോ ഒരു ബോക്സറാണ്. ബോക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ഫൈറ്റർ ഒന്നുമല്ല. ഈ ബാറിലൊക്കെ ഇല്ലീഗലായിട്ട് പൈസയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെ ബോക്സിംഗ് ഒക്കെ ചെയ്ത് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്ന അത്യാവശ്യം നല്ല ദാരിദ്ര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മാർക്കോ. അപ്പോൾ മാർക്കോയുടെ അച്ഛൻ തിരിച്ച് കൊറിയയിലേക്ക് പോകും. അയാൾക്ക് കൊറിയയിൽ വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവൻ്റെ അമ്മയെയും മാർക്കോയും ഒന്നും തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല. അങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക്, അതായത് നമ്മുടെ മാർക്കോയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലാണ്. അപ്പോൾ ഇവർക്ക് എന്താ സർജറിയും കാര്യങ്ങളൊക്കെ വേണം. പൈസയ്ക്ക് അത്യാവശ്യം നല്ല ആവശ്യമുള്ള ആളാണ് മാർക്കോ. അപ്പോൾ മാർക്കോയ്ക്ക് ഒരു ദിവസം ഒരു ഓഫർ വരും, ഒരു ജ്വല്ലറി അടിച്ചു മാറ്റുക എന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടി പോകുന്ന സമയത്ത് ആ പ്ലാൻ നൈസായിട്ടൊന്ന് പാളും. അങ്ങനെ മാർക്കോയ്ക്ക് അത്യാവശ്യം നല്ല അടിയൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ മാർക്കോയുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരും. കൊറിയയിലുള്ള ഇവൻ്റെ അച്ഛന് സുഖമില്ലാന്നും അച്ഛന് നമ്മുടെ മാർക്കോയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ കൊറിയയിലേക്ക് കൊണ്ടുപോകും. കൊറിയയിൽ കൊണ്ടതിന് ശേഷം ആസ് യൂഷ്വൽ അടി, ഇടി, വെടി, കത്തിക്കുത്ത്, ബോംബേറ് എല്ലാ പരിപാടിയുണ്ട്. അങ്ങനെ സിനിമയിലെ നോബിൾ മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അയാളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നല്ല കിടിലമായിരുന്നു. പിന്നെ ആദ്യത്തെ 40 മിനിറ്റ് അത്യാവശ്യം നല്ല ലാഗായിരുന്നു. അങ്ങനെ അത്യാവശ്യം ബോറടിച്ച് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന 2 മണിക്കൂറിൽ താഴെ ഡ്യൂറേഷനുള്ള ഒരു സാധാരണ കൊറിയൻ ആക്ഷൻ പടമാണ് ദ ചിൽഡേ. എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കുക. വലിയ പുതുമയൊന്നുമില്ല, കണ്ടിരിക്കാം. വേറെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. സാധാരണ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഹീറോസ് ഒന്നുമില്ല കേട്ടോ. എല്ലാവരും വില്ലന്മാരാണ്, എന്നാൽ എല്ലാവരും ഹീറോസുമാണ്. പിന്നെ ഒരു ദാരിദ്ര്യം പിടിച്ച മാർക്കോയും. വേറെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഫൈറ്റും എനിക്ക് അത്ര വലിയ സംഭവമായി തോന്നിയിട്ടൊന്നുമില്ല. കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ സിനിമ. വേറൊരു പണിയില്ലെങ്കിൽ കാണുക. പാർക്ക് യൂൺ ജങ്ങിൻ്റെ ദി ചിൽഡേ.